نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر യെസ് ഗൈസ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ് ഗൈസ്, സ്വാഗതം, വെൽക്കം. ആദ്യം തന്നെ നമ്മളൊരു കാര്യം പറയാൻ, വേഗം പോയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ചെയ്യാത്തവരൊക്കെ ഓരോ ലൈക്കുകൾ ഇട്ടോളൂ. യെസ് ഗൈസ്, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ദിവസം, ഇന്റഗ്രേഷൻ മൂന്നാമത്തെ ദിവസം. നമ്മുടെ മലയാളത്തിന്റെയും പിന്നെ ഏതാണ് ടെക്സ്റ്റ് ബുക്ക്? മലയാളവും വേറൊരു ടെക്സ്റ്റ് ബുക്കും ഇല്ലേ? ഏതാ ടെക്സ്റ്റ് ബുക്ക്? മലയാളവും പിന്നെ വേറെ എന്താണുള്ളത്? മാത്സും ഇല്ലേ? രണ്ടും കൂടി ചേർന്നതാണ് നമുക്ക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ 1ാം ക്ലാസ് മുതൽ എഴുതുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാട്ട് കേട്ടില്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പറാണ്. നിങ്ങൾ റെഡി ആണോ? സെറ്റ് ആണോ? ക്രിസ്മസ് പരീക്ഷയുടെ മൂന്നാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പർ നമ്മൾ നോക്കാൻ പോവാണ്. ഏറ്റവും പുതിയ ചോദ്യ പേപ്പർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടെക് യൂട്യൂബ് ചാനൽ, നിങ്ങളുടെ സ്വന്തം ഷെമിൽ സാർ. യെസ് ഗൈസ്, ലൈക്ക് എല്ലാവരും ലൈക്ക് ഇട്ടോളൂ. ഇനി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും 9496544588 എന്ന് പറയുന്ന നമ്മുടെ നമ്പറിലേക്ക് ഓരോരോ ഹായ് അയക്കുക വാട്സപ്പിൽ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു PDF ഗ്രൂപ്പിലേക്ക് അയക്കും, വീഡിയോ ഒക്കെ ഉണ്ടാവും. യെസ് ഗൈസ്, നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഉദ്ഗ്രഥനം 3ാം ദിവസം, പ്രവർത്തനം 10 പ്രവർത്തനം വരെ നമ്മൾ ചെയ്തില്ലേ? യെസ്. സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിലെ വിളവെടുപ്പ് മഹോത്സവമാണ്. ടീച്ചറും കുട്ടികളും ചേർന്ന് വിളവെടുപ്പ് നടത്തി. ഓരോന്നും എത്ര വീതം കിട്ടി എന്ന് കണ്ടെത്തി എഴുതൂ. നോക്കൂ, സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ, അതായത് പാവയ്ക്ക 400 എന്ന് പറഞ്ഞാൽ എത്രയാ? 400 ആണോ? 400 കാണുന്നില്ലേ? കാണുന്നുണ്ട്. 400. വെണ്ടക്ക എത്ര എണ്ണ കിട്ടിയത്? 100, 200, 300, 400, 500 എന്ന് പറഞ്ഞാൽ 500. പിന്നെയോ പടവലങ്ങ 80 3 എത്രയാ? 83. പിന്നെ വെള്ളരിക്കയോ 6 10 8 1 എത്രയാ? 68. 6 10 അല്ലെ? 6 6 10. പിന്നെയോ 3 8 1s അത് ചേർന്ന 68. 400 അതാണ് 400. പിന്നെയോ 100 500 ചേർന്നാൽ 500. പിന്നെയോ 80 + 3 അതാണ് 83. സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്, വളരെ സിമ്പിൾ ആണ് ഇല്ലേ? നോക്കൂ, കഴിഞ്ഞു. അടുത്തതോ, ഏറ്റവും കൂടുതൽ കിട്ടിയത് ഏതാ നോക്കാം നമുക്ക്. 500 എന്താ? വെണ്ടയ്ക്ക. ഏറ്റവും കൂടുതൽ കിട്ടിയത് എന്താ? വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ഏറ്റവും കൂടുതൽ കിട്ടിയത്. ഏറ്റവും കുറവ് കിട്ടിയത് എന്താ? എത്രയാ? 83. 68 വെള്ളരി ഏറ്റവും കുറവ് എന്താ കിട്ടിയത്? വെള്ളരിയാണ് കുറവ് കിട്ടിയത്. പിന്നെയോ പച്ചക്കറികളുടെ എണ്ണത്തെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി എഴുതൂ. വലുത് ഏതാ? 500. ആദ്യത്തെ വലുത് 500 അല്ലെ? ആദ്യം 500 എന്നാണ് ഇത്. 500 ആദ്യത്തെ വലുത് 500. പിന്നെ എത്രയാ വരുന്നത്? 400. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാ പറഞ്ഞത്. പിന്നെയോ 83 അടുത്തത്. പിന്നെയോ 68 അല്ലെ? വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ ഏറ്റവും വലുത് 500. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? 500നെ നമ്മൾ ഒന്നാമത് എഴുതി. പിന്നെ വലുത് എന്ന് പറയുന്നത് 400. 400നെ നമ്മൾ അടുത്തത് എഴുതി. പിന്നെ വലുത് എന്ന് പറയുന്നത് എത്രയാ? 83. അതിനെ നമ്മൾ അടുത്തത് എഴുതി. പിന്നെ വലുത് എന്ന് പറയുന്നത് എത്രയാ? 68. അങ്ങനെയാണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ പറഞ്ഞു. ഇനി ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പറഞ്ഞ നമ്മൾ എങ്ങനെ എഴുതും? 68 ആദ്യം എഴുതും, 83 പിന്നെ എഴുതും, 400 പിന്നെ എഴുതും, 500 പിന്നെ എഴുതും. ഇങ്ങനെയാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്നത്. നമ്മളോട് ചോദ്യം ചോദിച്ചത് എന്താ? വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ. ഇതൊക്കെ നമുക്കറിയാം. 500 എഴുതി, 400 എഴുതി, 83 എഴുതി, 68 എഴുതി. ഇതൊക്കെ സിമ്പിൾ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം, പച്ചക്കറിയുടെ എണ്ണത്തെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി എഴുതൂ. വെണ്ടക്ക, പാവക്ക, പടവലങ്ങ, വെള്ളരിക്ക. ഓക്കെ, റെഡി. അടുത്തത് പ്രവർത്തനം 12 ഒന്ന് നോക്കാം നമ്മൾ. നിങ്ങൾ റെഡിയാണോ നോക്കാൻ വേണ്ടിയിട്ട്? നോക്കൂ, പ്രവർത്തനം 12. താഴെ കൊടുത്തിരിക്കുന്ന കോളത്തിൽ നിന്നും പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ ഇവയെ കണ്ടെത്തി എഴുതൂ. താഴെ കോളത്തിൽ കുറച്ച് രോഗം കൊടുത്തിട്ടുണ്ട്, നോക്ക്. കോവിഡ്, നിപ്പ, ചെങ്കണ്ണ്, പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ, മഞ്ഞപ്പിത്തം, സന്ധിവാതം, തലവേദന, ജലദോഷം, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പകരുന്നത് ഏത്, പകരാത്തത് ഏത് നോക്കാം നമുക്ക്. പകരുന്ന രോഗങ്ങളാണ് കോവിഡ് പകരും, നിപ്പ പകരും, ചെങ്കണ്ണ് പകരും, മഞ്ഞപ്പിത്തം പകരും, ജലദോഷം പകരും അല്ലെ? പകരാത്തത് ഏതൊക്കെയാ? പ്രമേഹം പകരൂല, ഹൃദ്രോഗം പകരൂല,
ക്യാൻസർ പകരൂല, സന്ധിവാതം പകരൂല, തലവേദന പകരൂല അല്ലെ. അങ്ങോട്ട് നോക്ക് നിങ്ങൾ, ഏതൊക്കെയാ കൊടുത്തത്? കോവിഡ് പകരും, നിപ്പ പകരും, ചെങ്കണ്ണ് പകരും, പ്രമേഹം പകരൂല അല്ലെ. പ്രമേഹം പകരാത്തോണ്ട് ചോപ്പിടും. പ്രമേഹം പകരൂല, ഹൃദ്രോഗം പകരൂല, ക്യാൻസർ പകരൂല, മഞ്ഞപ്പിത്തം പകരും, സന്ധിവാതം പകരൂല, തലവേദന പകരൂല, ബാക്കിയോ ഇതൊക്കെ പകരും ഇല്ലേ, ഇതൊക്കെ പകരും. യെസ് ഗൈസ്, ഇതാണ് ഇല്ലേ. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ബാക്കി എത്ര എന്നാണ്. വിളവെടുപ്പ് മഹോത്സവം പ്രമാണിച്ച് ഇന്ന് സ്കൂളിൽ സദ്യയുണ്ട്. മോനെ, സ്കൂളിൽ സദ്യ ഒക്കെ ഉള്ള എന്ത് രസാ അല്ലേ. അടിച്ച് മിന്നിച്ച് ഫുള്ള് വയറൊക്കെ നിറച്ച് പായസം കുടിച്ച് നമുക്ക് വിട്ടിട്ട് അല്ലേ. പിന്നെ ഉച്ചക്കേശം ക്ലാസ്സിലൊന്നും ഇരിക്കാനൊന്നും ആവില്ല. പിന്നെ സാർമാരൊക്കെ വന്നാലും ക്ലാസ്സിലൊന്നും ഞങ്ങൾക്ക് ഇരിക്കാനാവില്ല സാറേ. അങ്ങ് ഓർക്കും, കുറെ ആൾക്കാർ അങ്ങനെ ഓർക്കുന്നുണ്ടോ അങ്ങ് പറഞ്ഞിട്ട് അല്ലേ. സദ്യ ഒക്കെ കഴിച്ചിട്ട് പച്ചക്കറികൾ സ്റ്റോർ റൂമിലുള്ളത് സദ്യക്ക് വേണ്ടി എടുത്തത് ബാക്കി. വിളവെടുപ്പ് മഹോത്സവം പ്രമാണിച്ച് സ്കൂളിൽ സദ്യ ഉണ്ട്. സദ്യ ഒരുക്കാൻ രക്ഷിതാക്കൾ എത്തി. ബാക്കി പച്ചക്കറികളുടെ അളവുകൾ എത്ര എന്നാണ്. ഓക്കെ, അപ്പൊ സ്റ്റോർ റൂമിൽ 48, സദ്യക്ക് വേണ്ടി എടുത്തത് 24. ഇതിന്റെ ബാക്കി എത്ര എന്നാണ്. അപ്പൊ 48-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? 24 കുറച്ച് നോക്കും. പിന്നെയോ 60 ഓരോന്നും എന്ത് ചെയ്യും? ഇങ്ങനെ കുറച്ച് നോക്കുക. 60 20 കുറച്ച് നോക്കുക. 48 24 കുറച്ചാൽ എത്രയെന്ന് ഇവിടെ എഴുതുക. പിന്നെയോ 60 20 കുറച്ചിട്ട് എത്ര? 50 15 കുറച്ചിട്ട് എത്ര? 66 28 കുറച്ചാൽ എത്ര? 19 5 കുറച്ചാൽ എത്ര? അല്ലെ, കുറച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലെ. 24. പിന്നെയോ 40. 50 15 കുറച്ചാൽ എത്രയാ? 35. 66 28 കുറച്ചിട്ട് എത്രയോ? 38. പിന്നെയോ 19 5 കുറച്ചാൽ എത്രയാ? 14. ഇങ്ങനെ സിമ്പിൾ കുറയ്ക്കാൻ നമ്മൾ പഠിച്ചല്ലേ. കുറയ്ക്കാൻ വരും പരീക്ഷക്ക് ഇല്ലേ. അടുത്ത ചോദ്യം കഥ പൂർത്തിയാക്കാം. ഒരു കാട്ടിലെ മാനും ആമയും കാക്കയും എലിയും കൂട്ടുകാർ ആരൊക്കെയാ? മാന്, ആമ, കാക്ക, എലി. ഇവര് 4 ആൾക്കാരും കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം മാൻ വേട്ടക്കാരന്റെ കെണിയിൽപ്പെട്ടു. കൂട്ടുകാർക്കെല്ലാം സങ്കടമായി. നോക്കൂ, ഇവിടെ നോക്ക്, മാന് കെണിയിൽപ്പെട്ട്, വേട്ടക്കാരൻ ഇവിടെ ഉണ്ട്. അപ്പൊ ആമയും കാക്കയും അല്ലെ എല്ലാരും വന്നിട്ട്, എലിയും ഒക്കെ ഉണ്ട്. എലിയെടുപ്പ്, എലിനെ കാണുന്നില്ല ചിത്രത്തിൽ, എലി ഇവിടെ ഉണ്ട്, എലിയും ഇവിടെ ഉണ്ട് അല്ലെ. അപ്പോ മാനിനെ രക്ഷിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് എഴുതണം അല്ലെ. എങ്ങനെ എഴുതും? ഒരു കാട്ടിലെ മാനും ആമയും കാക്കയും എലിയും കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം മാൻ വേട്ടക്കാരന്റെ കെണിയിൽ പെട്ടു. കൂട്ടുകാർക്കെല്ലാം സങ്കടമായി. എന്തു ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ വേട്ടക്കാരൻ വന്നു. മാൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു. അവൻ ചത്ത പോലെ കിടന്നു. വേട്ടക്കാരൻ വിചാരിച്ചു മാൻ ചത്തുപോയെന്ന്. പെട്ടെന്ന് ആമ അയാൾക്ക് മുന്നിലൂടെ നടന്നുപോയി. അത് കണ്ട വേട്ടക്കാരൻ ആമയെ പിടിക്കാനായി പിന്നാലെ പോയി. ഈ സമയം എലി വല കരണ്ട് മുറിച്ച് മാനിനെ രക്ഷപ്പെടുത്തി. പെട്ടെന്ന് കാക്ക പറന്ന് ചെന്ന് ആമയെ റാഞ്ചിയെടുത്തു. വേട്ടക്കാരന് ഒന്നും കിട്ടിയില്ല അല്ലെ. ഇത് നല്ലൊരു കഥയാ. ഇതേപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാ? കഥ ഉണ്ടാക്കുക. ഇതേപോലെ എഴുതണമെന്നില്ല. ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയാലും മതി കഥ കേട്ടോ. ഇത് വിശദമായിട്ട് നല്ല രസമുള്ള ഒരു കഥയല്ലേ ഇത് ഇല്ലേ. നല്ല രസമുള്ള ഒരു കഥയല്ലേ. ഒരു കഥ വായിച്ചപ്പോ നമുക്ക് കഥ വായിച്ചൊരു അല്ലേ, ഒരു കഥ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ, നമ്മൾ സിനിമയൊക്കെ കാണുന്ന പോലെ കഥയെ കൂടെ നമ്മൾ ഇങ്ങനെ പോകും നമ്മളില്ലേ. അങ്ങനെയല്ലേ, സിനിമ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകൂലേ, സിനിമയിൽ ഇങ്ങനെ ഒക്കെ കണ്ട് നമുക്ക് ഓർമ്മയുണ്ടാവൂലേ. കഥ വായിച്ചാലും അങ്ങനെയാ. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാക്ക വരുന്നു, എലി കരണ്ട് മുറിക്കുന്നു, ആമ ഇഴഞ്ഞു പോകുന്നു ഇല്ലേ. ഇതൊക്കെ കാക്ക റാഞ്ചി എടുക്കുന്നു ആമയെ. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക അല്ലെ. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ. കഥ എങ്ങനെയാ അല്ലെ. അതൊന്നല്ല, കഥ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇല്ലേ. ഇതേപോലെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ Day 1 ഉണ്ട്, Day 2 ഉണ്ട്, Day 3 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അറബിക്കും ഇംഗ്ലീഷും ഒക്കെ നമ്മളെ ചാനലിലുണ്ട്. അതൊക്കെ പോയി കണ്ടിട്ട് എൻ്റെ മക്കള് ഫുൾ മാർക്ക് നമ്മളെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വാങ്ങൂലേ? സെറ്റ് അല്ലേ? നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. ഇവിടെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ. ഞാൻ പോയി ടാറ്റാ, ബൈ ബൈ.